ഹജ്ജിന് പോയ 550 പേരിൽ കൂടുതൽ മക്കയിൽ മരിച്ച മോർച്ചറികൾ നിറഞ്ഞു. കർമാന്യൂസ് വാർത്ത വ്യാജമോ? മക്കയിൽ 550 ഹാജിമാർ കൊടും ചൂടിൽ മരിച്ച വാർത്ത കർമാന്യൂസ് പുറത്തുവിട്ടിരുന്നു. ശരിക്കും കർമാന്യൂസ് മലയാളത്തിൽ ആദ്യമായി പുറത്തുവിട്ട മക്കയിലെ 550 മരണം ശരിയാണോ, അതോ കർമാന്യൂസ് വാർത്തയിൽ തെറ്റുണ്ടോ? വീണ്ടും അത് പുനഃപരിശോധിക്കുകയാണ്. എന്നാൽ ആ വാർത്തയോട് പ്രതികരിച്ച് ഇസ്ലാം നാമധാരികളായവർ ഇത് ഫേക്ക് ന്യൂസ് എന്നും മക്കയിൽ ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്നും കമന്റുകൾ ഇട്ടിരുന്നു. ഒരുപാട് പേര് കർമ്മയുടെ ഫേക്ക് ന്യൂസ് എന്ന് റിപ്പോർട്ട് ചെയ്തു. ചിലർ കർമ്മയുടെ വാർത്ത അവതരിപ്പിച്ചവർക്ക് ക്യാൻസർ രോഗം കൊടുക്കണേ അല്ല എന്ന് വാർത്തയ്ക്കിടയിൽ പ്രചരിപ്പിച്ചിരുന്നു. ചിലർ മീഡിയ വൺ വാർത്ത വന്നില്ല എന്നും സൗദി ഗൾഫ് മേഖലയിലെയും ഇസ്ലാമിക മാധ്യമങ്ങളിൽ വാർത്ത വന്നില്ല എന്നും അതിനാൽ കർമ്മയുടെ വാർത്ത തെറ്റാണ് എന്നും വാദിച്ചു. ആർക്കും കിട്ടാത്ത, ഒരിടത്തും കാണാത്ത വാർത്ത കർമ്മയിൽ വന്നത് വ്യാജമെന്നും ചില മുസ്ലിം നാമധാരികൾ ആരോപിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് പ്രമുഖ മാധ്യമങ്ങളിൽ വന്ന ചില വാർത്താ ശകലങ്ങൾ ഇവിടെ പരിശോധിക്കുകയാണ്. ആദ്യമായി NDTV ഇതുമായി ബന്ധപ്പെട്ട ആഗോള തലത്തിലെ തലക്കെട്ടുകൾ നോക്കാം. NDTV പറയുന്നത് ഇങ്ങനെയാണ്: മക്കയിൽ 52 ഡിഗ്രിക്ക് അടുത്ത് കൊടും ചൂടിൽ 550-ലധികം ഹജ്ജ് തീർത്ഥാടകർ മരിച്ചു. നോക്കണം, കർമാന്യൂസ് 550 പേർ എന്ന് പറഞ്ഞപ്പോൾ NDTV അതിലേറെ മരണം മക്കയിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നു. ഹജ്ജ് വേളയിൽ കുറഞ്ഞത് 550 തീർത്ഥാടകരെങ്കിലും മരിച്ചതായി സൗദി നയതന്ത്രജ്ഞരെ ഉദ്ധരിച്ച് NDTV പറയുന്നു. മരണം തീർച്ചയായും 500-ലും കൂടും. ഈ വർഷം വീണ്ടും കത്തുന്ന താപനിലയിൽ തീർത്ഥാടനത്തിന്റെ കഠിനമായ സ്വഭാവം അതാണ് അടിവരയിടുന്നത്. മരിച്ചവരിൽ കുറഞ്ഞത് 323 പേർ ഈജിപ്തുകാരാണ്. അവരിൽ ഭൂരിഭാഗവും ചൂടുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾക്ക് കീഴടങ്ങുന്നു. മക്കയിലെ അൽ മുയിസം പരിസരത്തുള്ള ആശുപത്രി മോർച്ചറി ഇപ്പോൾ നിറഞ്ഞ അവസ്ഥയാണ്. മരിച്ചവരിൽ 350ഓളം ഈജിപ്തുകാരുണ്ട് എന്നും ഇവരെ തിരിച്ചറിയാൻ പറ്റുന്നില്ല എന്നും പറയുന്നു. കുറഞ്ഞത് 60 ജോർദാൻകാരും മരിച്ചു. അമ്മാൻ ചൊവ്വാഴ്ച നൽകിയ 41 പേരുടെ ഔദ്യോഗിക കണക്കിൽ നിന്ന് മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ ആകുന്നില്ല എന്നും NDTV പറയുന്നുണ്ട്. ഇനി ആഗോള മാധ്യമമായ FFTയുടെ വാർത്ത പരിശോധിക്കാം. മക്കയിൽ മരണം 577 കവിഞ്ഞു. മരണസംഖ്യ ഉയരും. AFP കണക്കനുസരിച്ച് പുതിയ മരണങ്ങൾ ഒന്നിലധികം രാജ്യങ്ങൾ ഇതുവരെ റിപ്പോർട്ട് ചെയ്ത ആകെ എണ്ണം 577ആയി. മക്കയിലെ ഏറ്റവും വലിയ മോർച്ചറികളിൽ ഒന്നാണ് അൽ മുസൈമിലെ മോർച്ചറി. ഇവിടെ ആകെ 550 പേർ ഉണ്ട് എന്ന് FFT റിപ്പോർട്ട് ചെയ്യുന്നു. ഹജ്ജിനിടെ കാണാതായ ഈജിപ്തുകാർക്കായുള്ള തിരച്ചിൽ സംബന്ധിച്ച് സൗദി അധികൃതരുമായി കെയ്റോ സഹകരിക്കുന്നതായി ചൊവ്വാഴ്ച നേരത്തെ ഈജിപ്ത് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിരുന്നു. 2000-ലധികം തീർത്ഥാടകർക്ക് ചൂടും സമ്മർദ്ദവും അനുഭവപ്പെട്ടതായി സൗദി അധികൃതർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇവർക്കുണ്ടായത് ഹീറ്റ് സ്ട്രോക്ക് ആയിരുന്നു. ഈ 2000 പേരിൽ എത്ര പേർ അതിജീവിച്ചു, എത്ര പേർ മരിച്ചു എന്ന കണക്കുകൾ വന്നിട്ടില്ല. കഴിഞ്ഞ വർഷം കുറഞ്ഞത് 240 തീർത്ഥാടകർ മരിച്ചതായി വിവിധ രാജ്യങ്ങൾ റിപ്പോർട്ട് ചെയ്തു. എന്നാൽ ഈ വർഷം മുൻ വർഷത്തേതിന്റെ 3 ഇരട്ടിയിലേക്ക് മക്കയിലെ മരണസംഖ്യ കുതിച്ചുയരുകയാണ്. മക്കയ്ക്ക് പുറത്തുള്ള മിനയിലെ AFP പത്രപ്രവർത്തകർ തീർത്ഥാടകർക്ക് ആവശ്യമായ സൗകര്യമില്ലാതെ കൊടും ചൂടിൽ പിടയുന്നത് കണ്ടിട്ടുണ്ട്. മക്കയ്ക്ക് പുറത്തുള്ള മിനയിലെ AFP പത്രപ്രവർത്തകർ തീർത്ഥാടകർക്ക് തണുത്ത വെള്ളം നൽകി. പിടയുന്ന തീർത്ഥാടകരുടെ തലയിൽ FFP മാധ്യമപ്രവർത്തകർ കുപ്പിവെള്ളം ഒഴിച്ചു. തണുത്ത ഐസ്ക്രീം നൽകി. തണുത്ത പാനീയങ്ങളും വേഗത്തിൽ ഉരുകുന്ന ചോക്ലേറ്റ് ഐസ്ക്രീമും നൽകി എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ കുത്തിയിരുന്ന് ചീത്ത വിളിക്കുന്ന ഇസ്ലാമുകൾ ഇതൊന്നും അറിയുന്നില്ല. ഇനി ദ ഗാർഡിയൻ, അതിലേക്ക് പോകാം. മക്കയിൽ താപനില 50 ഡിഗ്രി സെൽഷ്യസിൽ കൂടുതലായതിനാൽ 550-ലധികം ഹജ്ജ് തീർത്ഥാടകർ മരിച്ചുവെന്ന് വെണ്ടയ്ക്ക വലുപ്പത്തിൽ ഇത് ദ ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്യുന്നു. എന്നിട്ടും മലയാള മാധ്യമങ്ങൾ ഇവിടുത്തെ ഇക്കാമാർക്ക് വേണ്ടി ഇതെന്താ റിപ്പോർട്ട് ചെയ്യാത്തത് എന്നതിലാണ് അത്ഭുതം. ഗാർഡിയൻ റിപ്പോർട്ടിലേക്ക് പോകുമ്പോൾ ഹജ്ജ് വേളയിൽ കുറഞ്ഞത് 550 തീർത്ഥാടകർ മരിച്ചു. ഈ വർഷം കഠിനമായ താപനിലയിൽ വീണ്ടും തുറന്ന തീർത്ഥാടനത്തിന്റെ കഠിനമായ സ്വഭാവം അടിവരയിടുന്നു. മരിച്ചവരിൽ 323 പേരെങ്കിലും ഈജിപ്തുകാരാണ്. അവരിൽ ഭൂരിഭാഗവും ചൂടുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾക്ക് കീഴടങ്ങുന്നു. 2 അറബ് നയതന്ത്രജ്ഞർ അവരുടെ രാജ്യങ്ങളുടെ പ്രതികരണങ്ങൾ ഏകോപിപ്പിച്ച് ദ ഗാർഡിയൻ വ്യക്തമാക്കുന്നു. ഇതാണ് സത്യം. മക്കയിൽ കൂട്ടമരണം കർമാന്യൂസ് വാർത്തയാക്കിയപ്പോൾ ഫേക്ക് എന്ന് വിളിച്ചും വാർത്ത വായിച്ചവർക്ക് ക്യാൻസർ വരട്ടെ എന്നുമൊക്കെ പറയുമ്പോൾ ഒരു കാര്യം ഓർക്കണം. ഒരു ദുരന്തം അതെന്തിനാണ് മറയ്ക്കുന്നത്? വിവരങ്ങൾ പുറത്തു വരുമ്പോൾ എന്തിനാണ് പ്രകോപനം, നാണക്കേട്? മക്കയിൽ അള്ളാഹുവിൻ്റെ സമീപത്തേക്ക് പോയവരെ പോലും രക്ഷിക്കാൻ അള്ളാഹുവിന് സാധിച്ചില്ല എന്ന ചിന്തയാണോ? കർമാന്യൂസ് അങ്ങനെ ചിന്തിക്കില്ല. എല്ലാ മതപരിപാടികൾക്കും ദുരന്തമുണ്ടാകാം, അങ്ങനെയാണ് കാണുന്നത്. മൊത്തത്തിലുള്ള കണക്ക് മക്കയിലെ അൽ മുയിസം പരിസരത്തുള്ള ആശുപത്രി മോർച്ചറിയിൽ നിന്നാണ് വന്നത് എന്ന് കൂട്ടിച്ചേർത്തു. കുറഞ്ഞത് 60 ജോർദാൻകാരെങ്കിലും മരിച്ചതായി ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ABC ന്യൂസ് നോക്കാം. ഇത് ഓസ്ട്രേലിയൻ മാധ്യമമായ ABC റിപ്പോർട്ട് ചെയ്യുന്നു. കുറഞ്ഞത് 550 ഹജ്ജ് തീർത്ഥാടകർ കത്തുന്ന താപനിലയിൽ മരിക്കുകയും ആയിരക്കണക്കിന് ആളുകൾക്ക് ചൂട്, സമ്മർദ്ദം മൂലം ചികിത്സ നൽകുകയും ചെയ്തു എന്ന്.
ഓസ്ട്രേലിയൻ നാഷണൽ മീഡിയ വൺ തലക്കെട്ടിലാണ് മക്കയിലെ ദുരന്ത വാർത്ത നൽകിയിരിക്കുന്നത്. എന്നിട്ടും ചോദിക്കുന്നു, മലയാള മാധ്യമങ്ങൾ മക്കയിലെ ദുരന്തം ഇവിടുത്തെ അവരുടെ വായനക്കാർക്ക് റിപ്പോർട്ട് ചെയ്യാത്തത് എന്തുകൊണ്ട്? അള്ളാഹുവിന് ശക്തിയില്ല എന്ന് വിശ്വാസികൾ ധരിക്കും എന്ന ഭയത്താലോ? മക്കയിലെ ദുരന്തം കൂട്ടമരണം റിപ്പോർട്ട് ചെയ്യുന്നത് മുസ്ലിങ്ങൾക്ക് എതിര് എന്നും അവർക്ക് ഇഷ്ടപ്പെടില്ല എന്നുമുള്ള തോന്നലോ? ABC ന്യൂസ് തുടരുന്നത് ഇങ്ങനെ. ചുരുക്കത്തിൽ ഈജിപ്ത്, ജോർദാൻ, ഇന്തോനേഷ്യ, ഇറാൻ, സെനഗൽ എന്നിവിടങ്ങളിൽ നിന്നുള്ള കുറഞ്ഞത് 550 തീർത്ഥാടകർ ഈ വർഷത്തെ ഹജ്ജിനിടെ താപനില 50 ഡിഗ്രി സെൽഷ്യസിലേക്ക് ഉയർന്നതിനാൽ മരിച്ചു. സൗദി അറേബ്യൻ നഗരമായ മക്കയിലേക്കുള്ള തീർത്ഥാടനം എല്ലാ മുസ്ലിങ്ങൾക്കും നിർബന്ധമാണ്. അടുത്തത് എന്താണ്? രജിസ്റ്റർ ചെയ്യാത്ത തീർത്ഥാടകരെ തീർപ്പാക്കാനുള്ള ശ്രമത്തിലാണ് അധികാരികൾ. ചൂടുമായി ബന്ധപ്പെട്ട സമ്മർദ്ദവും മരണവും ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ഹജ്ജിനിടെ കുറഞ്ഞത് 550 തീർത്ഥാടകർ മരിച്ചു. ഈ വർഷത്തെ സൗദി അറേബ്യയിലെ തീർത്ഥാടനം വീണ്ടും ചുട്ടുപൊള്ളുന്ന താപനിലയ്ക്കിടയിലാണ്. മരിച്ചവരിൽ കുറഞ്ഞത് 323 പേർ ഈജിപ്തുകാരാണ്. അവരിൽ ഭൂരിഭാഗവും ചൂടുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾക്ക് കീഴടങ്ങുന്നു. ഇങ്ങനെ ആ റിപ്പോർട്ട് പോകുന്നു. ഇനി സ്കൈ ന്യൂസ്, ആഗോള മാധ്യമ ഭീമനാണ് സ്കൈ ന്യൂസ്. സ്കൈ ന്യൂസ് മക്കയിലെ മഹാദുരന്തം റിപ്പോർട്ട് ചെയ്യുന്നത് നോക്കാം. വെണ്ടയ്ക്ക വലിപ്പത്തിൽ അവർ എഴുതിയത് ഇങ്ങനെ: അറ്റ്ലീസ്റ്റ് 550 മുസ്ലിംസ് ഡൈ അറ്റ് ഹജ്ജ് ആസ് ടെമ്പറേച്ചർ അറ്റ് മെക്ക ഹിറ്റ് 51.8 ഡിഗ്രി സെൽഷ്യസ്. ഇങ്ങനെയാണ് മക്കയുടെ ചിത്രമടക്കം സ്കൈ ന്യൂസ് നൽകിയിട്ടുണ്ട്. വീണ്ടും ചോദിക്കട്ടെ, മക്കയിലെ ദുരന്തം 550 കൂട്ടമരണം റിപ്പോർട്ട് ചെയ്തത് ഫേക്ക് ന്യൂസ് ആണോ? മക്ക എന്നാൽ മരണമില്ലാത്ത നാട് എന്നാണോ? മക്കയിൽ കൂട്ടമരണം റിപ്പോർട്ട് ചെയ്താൽ അള്ളാഹുവിന്റെ കഴിവുകേടായി കണക്കാക്കുമോ? ചില ഇസ്ലാമിക വിശ്വാസികൾ കർമ്മ ന്യൂസ് വാർത്തയ്ക്കിടയിൽ ചോദിച്ചത്, ഞങ്ങളുടെ മക്കയിൽ വിശ്വാസികൾ മരിക്കുകയല്ല, അള്ളാഹുവിന് ബലിയാവുകയാണ് എന്നാണ്. ചൂടിൽ പിടഞ്ഞു മരിച്ച മോർച്ചറികളിൽ ഇരിക്കുന്ന മൃതദേഹത്തിന് എത്ര മനോഹരമായ വർണ്ണനയാണത്. ചിലർ ചോദിച്ചത്, മക്കയിൽ ഞങ്ങളുടെ ആളുകൾ മരിച്ചാൽ കർമ്മ ന്യൂസിന് എന്താണ്? മനുഷ്യർ മനുഷ്യരെ മനുഷ്യരായി കണ്ടാൽ ഇത്തരം കമന്റുകൾ ഉണ്ടാകില്ല. മാത്രമല്ല, എല്ലാ മരണവും ഒരുപോലെ വേദനാജനകമെന്നും ആരും അതുമൂലം അപമാനിതരാകേണ്ടതില്ല എന്നും അറിയുക. സ്കൈ ന്യൂസ് തുടരുന്നു. ഹജ്ജ് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതിനാൽ ചൂടിന്റെയും തിരക്കിന്റെയും അവസ്ഥയിൽ പോലും നിങ്ങൾ പരിശ്രമിക്കുകയും ആചാരങ്ങൾ അനുഷ്ഠിക്കുകയും വേണം, ഒരു ഈജിപ്ഷ്യൻ തീർത്ഥാടകൻ പറഞ്ഞു. രാവിലെ 11-നും ഉച്ചകഴിഞ്ഞ് 3-നും ഇടയിലുള്ള ഏറ്റവും ചൂടേറിയ സമയങ്ങളിൽ തീർത്ഥാടകർ ജലാംശം നിലനിർത്താനും വെളിയിൽ ഇറങ്ങുന്നത് ഒഴിവാക്കാനും സൗദി അധികൃതർ മുന്നറിയിപ്പ് നൽകിയതിനാൽ തീർത്ഥാടകർ സൂര്യനിൽ നിന്ന് സ്വയം പരിരക്ഷിക്കാൻ കുടകൾ ഉപയോഗിച്ചു. കഴിഞ്ഞ 30 വർഷത്തിനിടെ ഹജ്ജ് വേളയിൽ തിക്കിലും തിരക്കിലും പെട്ട തീപിടുത്തവും മറ്റ് അപകടങ്ങളും നൂറുകണക്കിന് മരണങ്ങൾക്ക് കാരണമായി. കഴിഞ്ഞ വർഷം 240 പേർ മരിച്ചതായാണ് റിപ്പോർട്ട്. 2024-ൽ ജേണൽ ഓഫ് ട്രാവൽ ആൻഡ് മെഡിസിൻ നടത്തിയ പഠനത്തിൽ ആഗോള താപനില ഉയരുന്നത് ചൂടിനെ നേരിടാനുള്ള തന്ത്രങ്ങളെ മറികടക്കുമെന്ന് കണ്ടെത്തി. കാലാവസ്ഥാ വ്യതിയാനം മൂലം വരണ്ട സൗദി അറേബ്യയിൽ താപനില ഉയരുമ്പോൾ ഹജ്ജ് ചെയ്യുന്ന തീർത്ഥാടകർക്ക് അത്യന്തം അപകടമുണ്ടാകുമെന്ന് ജിയോഫിസിക്കൽ റിസർച്ച് ലെറ്റേഴ്സിന്റെ 2019-ലെ പഠനം പറയുന്നു. മരണങ്ങളുടെ പല റിപ്പോർട്ടുകളും പുറപ്പെടുവിക്കുന്നതിന് മുൻപ് തിങ്കളാഴ്ച സംസാരിച്ച സൗദി ആരോഗ്യ ഉദ്യോഗസ്ഥൻ ഉയർന്ന താപനിലയിൽ മുസ്ലിം തീർത്ഥാടകർക്കിടയിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്ന് പറഞ്ഞു. ചൂട് സംബന്ധമായ അസുഖങ്ങൾ ബാധിച്ച 2700-ലധികം തീർത്ഥാടകർക്ക് മന്ത്രാലയം ഇതുവരെ ചികിത്സ നൽകിയിട്ടുണ്ട് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇത് മാത്രമല്ല, നൂറുകണക്കിന് ലോകമാധ്യമങ്ങൾ ഹജ്ജിലെ മക്കയിൽ ഉണ്ടായ കൂട്ടമരണം റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞു. ദുരന്തം റിപ്പോർട്ട് ചെയ്യാത്ത മലയാള മാധ്യമങ്ങൾ ഗാസയിലെ മരണത്തിന്റെ നേർത്ത ശബ്ദം പോലും ഒപ്പിയെടുക്കാൻ റഡാറുകൾ തിരിച്ചുവെക്കും. മക്കയിലെ മഹാദുരന്തം കാണുകയുമില്ല. കർമ്മ ന്യൂസ് വാർത്ത ഫേക്ക് ആണെന്ന് പറഞ്ഞ മുസ്ലിം നാമധാരികൾക്കാണ് മക്കയിലെ 550-ലധികം കൂട്ടമരണം ശരി എന്ന് തെളിയിക്കുന്നത്. മക്കയിലെ കൂട്ടമരണം റിപ്പോർട്ട് ചെയ്യുന്നത് ആരെയും നോവിക്കാനും ദ്രോഹിക്കാനും അല്ല, വിവരങ്ങൾ അറിയിക്കാനാണ് മാധ്യമങ്ങൾ, മറച്ചുവെക്കാനല്ല. അതിനാൽ തന്നെ മക്കയിൽ 550 മരണം റിപ്പോർട്ട് ചെയ്ത കർമ്മ ന്യൂസ് വാർത്ത 100% ശരിയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.